ഹലോ, അങ്ങനെ കുറേ നാൾക്കകത്തിട്ട് നിങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ട്രിപ്പ് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഡെസ്റ്റിനേഷനിൽ ഒരു ഫാമിലിയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യും. മറ്റാരുമല്ല, എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ ഫാമിലിയാണ്. പുള്ളിക്കാരുടെ ഹോൾ ഫാമിലി ഫ്രം തമിഴ്നാടാണ്. സോ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ വിളിച്ച് പറഞ്ഞു. ആൻഡ് ഈ കൊല്ലത്ത് നമുക്ക് ഒരു ഫാമിലിയുടെ പിക്ക് ചെയ്യാനുണ്ട്. എൻ്റെ മാമൻ്റെ ഫാമിലി കേട്ടോ, എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ചേട്ടനാണ്. എനിക്കൊരു മാമനേ ഉള്ളൂ, പുള്ളിക്കാരനെ നമ്മൾ പിക്ക് ചെയ്തു ഫാമിലിയായിട്ട്. സോ നമ്മൾ പോവാണ്. വണ്ടിയിൽ അത്യാവശ്യം നല്ല വൈബൊക്കെ ആയിരുന്നു. കൂടുതലും ഏജ്ഡ് പീപ്പിൾ ആയതിൻ്റെ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ പോയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നെക്സ്റ്റ് ഒരു കല്യാണ വിളിയൊക്കെ പാസ്സാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ മാമൻ നമുക്ക് എല്ലാവർക്കും ഫീഡ് ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്കും ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇവർ പിന്നെ ഫാമിലിയായിട്ട് ഫുൾ സർവീസിങ് ആയിരുന്നു കേട്ടോ. ഇത് സുമാന്തി അങ്കിളുടെ വൈഫാണ്. പുള്ളിക്കാരി എല്ലാവർക്കും ഗ്യാസ് മുട്ടായി കൊടുക്കുമായിരുന്നേ. അങ്ങനെ പോയി നമ്മൾ ദാണ്ടെ ഗോഗാലാൻഡ് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലോട്ടാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ബോട്ടിൽ വേണം നമുക്ക് അകത്ത് പോകാൻ. നമ്മുടെ തമിഴ്നാട് ഫാമിലി ഇതുവരെ എത്തിയിട്ടില്ല. സോ അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. ലഗേജൊക്കെ ഇറക്കി ആ ടൈമിൽ വേണ്ട അവരെത്തിച്ചേർന്നിട്ടുണ്ട്. സോ നമുക്കിങ്ങനെ ഒരു ബോട്ടിൽ വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടൈം 7 പേര് ബോട്ടിൽ അലൗഡ് ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ 7 പേര് കയറി പോവുകയാണ്. ലഗേജ് ഒന്നും എടുത്തിട്ടില്ല, അത് സെപ്പറേറ്റിന് കൊണ്ടുവരണം. സോ നമ്മളിവിടെ ബോട്ട് ചിട്ടിയിൽ എത്തിയിട്ട് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ എല്ലാവരും നടന്ന് നമ്മൾ നീണ്ട റിസപ്ഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫൈനലി നമുക്ക് റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സോ എല്ലാവരും റൂമിലേക്ക് പോകണം. ഇവിടെ കുറേ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയ ആങ്കറിൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് വലിയവരെല്ലാവരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ നമുക്ക് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. ഈ കേക്കിൻ്റെ പിന്നെ ഒരു ബിഗ് സ്റ്റോറി തന്നെ കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് കണ്ടുപിടിച്ചതാണ് ഈ ടീംസിനെ. സഫീസ് ഹോം എന്നുള്ളൊരു ചേച്ചിയാണ് നമുക്ക് കേക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല കേക്കായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോ നമ്മുടെ ഫംഗ്ഷൻ എന്താ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഫാമിലിയും കപ്പിൾസിനെ വെൽക്കം ചെയ്തു. ശേഷം ഒരു കേക്ക് കട്ട് ചെയ്തു. അതിനുശേഷം എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എന്താണ് ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം. നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ടൈമിൽ ഒരു കപ്പിൾസ് 50th വെഡിങ് ആനിവേഴ്സറി അതായത് ഗോൾഡ് ജൂബിലി ആഘോഷിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഹാപ്പിനെസ് നമ്മളെല്ലാവരും നന്നായിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ. നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. എല്ലാവരും ഗിഫ്റ്റൊക്കെ ഷെയർ ചെയ്തു. അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു. എൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും. ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും പൊന്നാട് കൊടുത്ത് ആദരിച്ചു. പിന്നെ എൻ്റെ വക ഒരു കുട്ടി ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഫ്രെയിമായിരുന്നു. മറ്റാരുമല്ല, എൻ്റെ ഫിയാൻസ് തന്നെ വരച്ചൊരു ഫ്രെയിമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് ഹാപ്പി ആയിരുന്നു മൊമെൻ്റ് ആയിരുന്നു അതും. ശേഷം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ കഴിക്കാനായിട്ട് പോയി. അവിടെ ബൊഫേ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ബൊഫേയിലുണ്ടായിരുന്നില്ല, ഞാൻ വാരി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. ശേഷം അവിടെ കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നു. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ പൂളാണ്. രാവിലെ 8 to evening 5 ആണ് ടൈമിങ്. ഇതായിരുന്നു കേട്ടോ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന റൂംസൊക്കെ. ഇവിടെ പല ഷേപ്സിലാണ് റൂം. ക്യൂബ്, ട്രയാങ്കിൾ, സ്ഫിയർ, അങ്ങനെ പല ഷേപ്സിൽ. എനിക്കതിൽ ക്യൂബ് റൂമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല ടയർഡാണ്. യാത്രയും പ്രോഗ്രാമൊക്കെ ആയിട്ട് നല്ല ടയർഡായിട്ട് എല്ലാവരും കിടന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.